പി കെ ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ CPIM തീരുമാനിച്ചുവെന്ന് CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. പി കെ ശശി പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ലെന്നും തനിക്കെതിരായ പി കെ ശശി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്നും EN സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, അല്പം മുമ്പാണ് CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് CPIMൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ശശിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയും പറഞ്ഞാണ് സുരേഷ് ബാബു ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടത്, അല്ലേ? തീർച്ചയായും ശരത്ത്, അല്പസമയം മുമ്പാണ് ശരത്ത് സൂചിപ്പിച്ചതുപോലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹം EN സുരേഷ് ബാബു മാധ്യമങ്ങളെ കണ്ടതും പി കെ ശശി വിമത കൺവെൻഷനിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിനുള്ള മറുപടിയും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ ശശിയെ CPIMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. ഈ ആരോപണങ്ങൾ പി കെ ശശി ഉയർത്തിയത് പി കെ ശശി തെളിയിക്കണം, അത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏറ്റെടുത്ത് ഒന്ന് അന്വേഷിക്കണം. പ്രത്യേകിച്ചും EN സുരേഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി എപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചു, പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി വരുന്ന സാഹചര്യം വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം, തൻ്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാം. കൃത്യമായ രീതിയിൽ തന്നെ തൻ്റെ ഭാര്യയുടെ ശമ്പളം, അതിൽ ജീവിക്കുന്ന വ്യക്തി അതിനപ്പുറത്തേക്കൊരു സ്വത്ത് കണ്ടെത്തുകയാണെങ്കിൽ, ഒരു തരിയെങ്കിലും സ്വത്ത് കണ്ടെത്തുകയാണെങ്കിൽ തൻ്റെ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് EN സുരേഷ് ബാബു വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പക്ഷേ അതിന് പി കെ ശശി തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പി കെ ശശിയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പി കെ ശശി CPIMൽ ആയിരുന്നപ്പോൾ മോശപ്പെട്ടവൻ, അതേസമയം UDF എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ലവൻ എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. പി കെ ശശിക്ക് എന്തുകൊണ്ട് CPIM ഇത്രയും കാലം സമയം നൽകി എന്നുള്ളൊരു ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ പി കെ ശശി CPIMന്റെ ഒരു രീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരം നൽകും, ആ തെറ്റ് തിരുത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പാർട്ടി ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. പക്ഷേ തെറ്റ് തിരുത്തണം എന്നുള്ളൊരു നിലപാടല്ല പി കെ ശശിക്കുള്ളത്, മറിച്ച് പി കെ ശശി സ്വയം നശിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പി കെ ശശിക്കെതിരെ ഈ രീതിയിൽ ഉള്ള നടപടി വേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പി കെ ശശിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിഭ്രാന്തിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ള അവസ്ഥയാണ്. അത് മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യം പാർട്ടിക്ക് ഇല്ല. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ താൻ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ EN സുരേഷ് ബാബു വ്യക്തമാക്കിയത്. ശരത്ത്, ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പി കെ ശശിയെ CPIM അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി.